നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഫീച്ചേഴ്സ് പോയിന്റ് എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യാം, ഗെയിം കളിക്കാം, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ഓഫീസ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. നോർമലി എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ ആയിരിക്കും അവൈലബിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഫീച്ചേഴ്സ് പോയിന്റ് എന്ന് അടിച്ചു കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഫീച്ചേഴ്സ് പോയിന്റ് എന്ന് അടിച്ചു കൊടുക്കാമെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഫീച്ചേഴ്സ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. പക്ഷേ നമ്മളിവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും, ആപ്ലിക്കേഷനകത്തായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് സൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ നമ്മൾ ഗൂഗിളിൽ ഫീച്ചേഴ്സ് പോയിന്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്നത് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ആദ്യം കാണുക. അതിൻ്റെ താഴെയായിട്ട് ഗെറ്റ് യുവർ ബിൽസ് പെയ്ഡ്, ഏൺ റിയൽ ക്യാഷ് ബൈ പ്ലേയിങ് ഫ്രീ ഗെയിംസ്, ഡൗൺലോഡ് ആപ്സ് ആൻഡ് കംപ്ലീറ്റ് സർവേ. അപ്പോൾ പറയുന്നത് നമ്മൾ ഗെയിം ഫ്രീ ആയിട്ട് ഗെയിംസ് കളിച്ചിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സർവേ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനു മുന്നേ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓഫേഴ്സ് എന്ന് പറയുന്നതിനകത്തായിരിക്കും ഗെയിംസ് കാണാൻ പറ്റുക. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് സെലക്ട് ചെയ്തിട്ട് ഓരോ ലെവൽസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ നേരെ എമൗണ്ടും കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ചില ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരായിരിക്കും, രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മാത്രമേ ചില ആപ്ലിക്കേഷനകത്ത് എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട. അതല്ലാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യാം, രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് പേപ്പാൽ വഴി വേണമെങ്കിൽ അങ്ങനെ വിഡ്രോവൽ ചെയ്യാം, പിന്നെ നമ്മുടെ ഗൂഗിൾ പേ വഴി അങ്ങനെ വേണമെങ്കിൽ വിഡ്രോവൽ ചെയ്യാം. അതല്ലാതെ ഗിഫ്റ്റ് കാർഡായിട്ടും റെഡീം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് നമുക്ക് ക്യാഷ് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൽ സൈനപ്പ് ഒന്നെങ്കിൽ നമുക്ക് ഗൂഗിൾ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാം, അതല്ലാതെ ഫേസ്ബുക്ക് ഐ ഡി വെച്ച് വേണമെങ്കിലും സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ട്രസ്റ്റ്പാഡിലും ഗൂഗിളിലും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സൈനപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒക്കെ ബൈ, സീ യു.